പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 15-ാം തീയതി, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഈ അനുഗ്രഹിക്കപ്പെട്ട ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ്. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തി. നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. നമ്മൾ ആയിരുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നിന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഒന്നും വ്യസനത്തിന് കാരണമാകുവാൻ അനുവദിക്കാതെ കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം കരുതിയത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ? കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് കരം ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സൗഖ്യത്തോടെ ഞങ്ങളെ പുലർത്തുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 47-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, കർത്താവ് സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ആ മഹാരാജാവായ ദൈവത്തെ, രാജാതിരാജാവായ ദൈവത്തെ, കർത്താതികർത്താവായ ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണേ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കരുത്. പ്രാർത്ഥിക്കുന്ന സമയം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന സമയമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗം ചെവി ചായ്ച്ചു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. ലോകത്തെമ്പാടും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ. ഹോസ്പിറ്റലുകളിൽ ആമേൻ ഡോക്ടർമാർ കൈവിട്ട് കഴിഞ്ഞു. ഇനിയും പറയുന്നു ആമേൻ ചുമ്മാതെ ഹോസ്പിറ്റലിൽ അങ്ങ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ആമേൻ. എന്നാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ആമേൻ സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശുവിൻ്റെ നാമത്തിൽ പ്രതീക്ഷയറ്റ്, ആമേൻ, ഇനിയും ഒരു പ്രതീക്ഷയും ഇല്ല, വേദന സംഹാരികൾ മാത്രം കൊടുത്ത് കിടത്തിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിഞ്ഞവർ സ്വസ്ഥരാകട്ടെ. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ കർത്താവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. കുടലിനകത്ത് അൾസർ വന്ന് ഭാരപ്പെട്ട് ആമേൻ ബ്ലീഡിംഗ് ഒക്കെ ആയിരിക്കുന്ന ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ കൈകളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുടലിനകത്തുള്ള പുണ്ണ് സൗഖ്യമാകട്ടെ. അൾസറുകൾ ഇപ്പോൾ ഹീലാകട്ടെ. ആ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി തീരട്ടെ. ഹല്ലേലൂയ. നിരന്തരമായി മൂക്കിനകത്തൂടെ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ആ നേസൽ ബ്ലീഡിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ. അത്ഭുത സൗഖ്യം അവരുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ ഇന്ന് എക്സാം എഴുതുന്നവർ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർ, കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ വിടുവിക്കണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. ലോകത്തെമ്പാടും ഒരു ഉണർവിന് വേണ്ടി കർത്താവ് അവരെ ഉപയോഗിക്കുന്നതിൻ്റെ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് വലിയ കാര്യങ്ങളെ നാളത്തെ മീറ്റിങ്ങിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഇന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും അത്ഭുതമായി മാറട്ടെ, മഹത്തരമായി തീരട്ടെ. ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങുകളായി തീരട്ടെ എന്ന്
എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനുള്ള അവസരമുണ്ട്. ആരും തന്നെ മിസ് ചെയ്യരുത്. എല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ ദൈവശബ്ദം കേട്ടാണ് ജീവിക്കേണ്ടത്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അതാണ് നമുക്ക് തരുന്ന ആലോചന. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കണം. ഒരപ്പൻ തൻ്റെ മക്കളോട് എങ്ങനെ സംസാരിക്കുന്നുവോ, അല്ലെങ്കിൽ ഒരപ്പൻ തൻ്റെ മക്കളോട് എത്രമാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് അത് വിശ്വസിക്കണം. കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരം ഉയർത്തിയിട്ട് പറ, കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യങ്ങളും കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ആദ്യമേ വിശ്വസിക്കണം, കർത്താവ് എപ്പോഴും എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2, വിശ്വസിക്കണം, ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 3, കർത്താവ് എപ്പോഴും നമുക്ക് നിർദ്ദേശങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏതു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും, നമുക്ക് വഴി അറിയാതെ നിൽക്കുമ്പോഴും, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ കർത്താവ് നമുക്ക് വഴി കാണിച്ചു തരുവാൻ, വഴികാട്ടിയായി കൂടെ നിൽക്കുവാൻ, വഴി പറഞ്ഞു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതാ പറയുന്നത്, നീ ഇടത്തോട്ടോ നീ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാ എന്നുള്ള ശബ്ദം കേൾക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതും ഈ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും കർത്താവ് സംസാരിക്കും. കർത്താവ് നമ്മളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു TV സ്റ്റേഷനിൽ നിന്നും 24 മണിക്കൂറും TV പ്രോഗ്രാം നമ്മുടെ ഭവനത്തിനകത്തേക്ക് TV-യിലേക്ക് വരുന്നത് പോലെ കർത്താവ് നമ്മളോട് എപ്പോഴും സംസാരിക്കുക. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം, ഈ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് റിസീവ് ചെയ്യുവാൻ, കേൾക്കുവാനുള്ള ഒരു ചെവി നമുക്കുണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിച്ച ഞാനും നിങ്ങളും ദിനംപ്രതി ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാത്തവർ വളരെ കുറവാണ്. എല്ലാവരും പ്രാർത്ഥിക്കും, നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്ന കർത്താവിനോട്. പക്ഷേ തിരിച്ചു കേൾക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. പ്രാർത്ഥന എല്ലാവരുടെയും ഒരു വൺ വേ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നു, നമ്മൾ ഇങ്ങോട്ട് കേൾക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ, ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കണം, ദൈവം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് തിരിച്ചും സംസാരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് തിരിച്ചും സംസാരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് ശാന്തമായി ഇരുന്ന്, ഒരു പേപ്പറും ഒരു പേനായും ഒക്കെ വെച്ച് ഒരു ഡയറി ഡെയിലി കേൾക്കണമെങ്കിൽ ഒരു ഡയറി എഴുതി അതിനകത്ത് ഡേറ്റ് ഇട്ട് കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് കണ്ണുകളെ അടച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ശാന്തമായി ദൈവസന്നിധിയിലിരിക്കും. അന്നേരം കർത്താവിനോട് അങ്ങോട്ടൊന്നും പറയരുത്, കർത്താവ് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ നിരന്തരം ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. കർത്താവ് സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെ ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ തുടങ്ങും. കർത്താവ് ദൂരെ നല്ല നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലല്ലേ കർത്താവ് വസിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. അത് തുടക്കത്തിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, കേൾക്കാൻ കഴിയുന്നില്ലെന്നൊരു തോന്നലുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഓർത്തോണം, കർത്താവ് സംസാരിക്കുന്നുണ്ട്. നിരന്തരമായി കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നും ദൈവശബ്ദം കേൾക്കണം. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കണം. ഡയറിയിൽ ഡേറ്റ് എഴുതി പറയണം, ഇന്ന് കർത്താവ് സംസാരിച്ചത്. ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അല്പസമയം ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിൻ്റെ കൂടെ ഇരുന്ന്
പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞു, കർത്താവെ എന്നോട് സംസാരിച്ചാട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ദൈവശബ്ദം മന്ദമായി ശാന്തമായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പോകേണ്ട വഴിയായിരിക്കും കർത്താവ് പറഞ്ഞു തരുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഹീസ് എ സ്പീക്കിംഗ് ഗോഡ്. അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ബട്ട് ഒരു കാര്യം, കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾ നമ്മളത് ശീലിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് എളുപ്പമായി തീരും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം, ആമേൻ. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമുക്ക് എളുപ്പമായി മാറും. അപ്പം പിന്നെ ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി തുടങ്ങും. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവശബ്ദം കേട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവ്, ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേട്ട എല്ലാവരും അപ്പോൾ ദൈവശബ്ദം കേൾക്കുന്ന കാതുകളെ അങ്ങ് ഇവർക്ക് കൊടുക്കണം. ഇവരുടെ ഹൃദയത്തിൻ്റെ കാതുകൾ യേശുക്രിസ്തു നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ തുറക്കപ്പെടട്ടെ. ഇവർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി മാറട്ടെ. ദൈവിക ആലോചനകൾ പ്രാപിക്കുന്നവരായി മാറട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇവരെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. അങ്ങയുടെ ശബ്ദം കേട്ട് മുന്നേറുവാൻ അങ്ങ് കൃപ കൊടുക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു.